ഉയർന്ന നാമമാണ്. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വരുവാനുള്ളതിനും വരുന്നതിനും എല്ലാത്തിനും മുകളിലുള്ള അതിശയമായ അത്ഭുതമായ അധികാരത്തിന്റെ ഒരു നാമമാണത്. ആ നാമത്തിന്റെ പ്രത്യേകതയാണ് അവൻ രാജാതി രാജാവാണ്. അവൻ കർത്താതി കർത്താവാണ്. അവൻ ഈ ലോകത്തിന്റെ ദൈവങ്ങൾക്ക് പൂട്ടുവാൻ മനുഷ്യന് താക്കോല് വെച്ച് നിൽക്കുമ്പോൾ, CC ക്യാമറ വെച്ച് നിൽക്കുമ്പോഴും എന്റെ ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. അവൻ വസിക്കുന്നത് നമ്മുടെ ശരീരമെന്ന മന്ദിരത്തിലാണ്. അവൻ വസിക്കുന്നത് ജീവനുള്ള ദേഹത്തിലാണ്. അവൻ വസിക്കുന്നത് നമ്മുടെ ശരീരമെന്ന മന്ദിരത്തിലാണ്. അവനെ പൂട്ടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്റെ ദൈവം ജീവനുള്ള ദൈവമാ. ആ ദൈവത്തെ പൂട്ടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവൻ നമ്മുടെ കൂടെയുള്ളവൻ, അവൻ നമ്മെ വിട്ടുപിരിയാത്തവൻ. വചനം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഈ കർത്താവ് കൂടെയുണ്ടെങ്കിൽ നിന്റെ ഏത് വിഷയമായിക്കോട്ടെ, അത് ഇരുട്ടായിക്കോട്ടെ, പക്ഷെ കർത്താവ് നിന്നെ കാണും, കർത്താവ് നിന്നെ അറിയും, കർത്താവ് നിന്നെ കേൾക്കും, കർത്താവ് നിന്റെ കൂടെയിരിക്കും. ഹല്ലേലൂയ. 16 വാക്യത്തിൽ പറയുന്നത്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണിനെ കണ്ടു. നീതിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോഴും അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ എന്നെ കണ്ട് പേര് വിളിച്ചവനാണ് നമ്മുടെ നസറേയനായ യേശു ക്രിസ്തു. കർത്താവായ ദൈവം നമ്മളെ നിർമ്മിക്കപ്പെടുന്നതിന് മുന്നമേ തന്നെ നമ്മളെ കണ്ടു, നമ്മളെ പേര് വിളിച്ചവനാണ്.